CPM അല്ലാതെ ആരും ഏറ്റെടുക്കാതിരിക്കുന്നു എന്ന പ്രതീതി ലീഗായാലും കോൺഗ്രസ് ആയാലും ഉണ്ടാക്കിയ ഈ വിഷയത്തിൽ സഭാ നേതൃത്വം പ്രതികരിച്ചതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? രണ്ടാമതായി അതിനെ തന്നെ ഇപ്പോൾ നൗഷാദ് അലി വിലയിരുത്തിയത് ആദ്യ അടി നിങ്ങൾക്കും ആത്യന്തികമായ അടി BJPക്കും കിട്ടും എന്ന രൂപത്തിലാണ് അതിനുമുള്ള പ്രതികരണം. നൗഷാദ് അലിയുടെ വാദങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല. അദ്ദേഹം ഇത്രയും തരംതാണ് ഒരു BJPക്കാരനേക്കാൾ മോശമായ രീതിയിലാണ് ഈ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് സംഘപരിവാർ ഉയർത്തുന്ന ഭീഷണി ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളാണ്. ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ലല്ലോ. നമുക്ക് 2008 അറിയാമല്ലോ. കാന്തഹാറിൽ 50,000 വീടുകൾ തകർത്ത് 38 പേരെ വധിച്ചു. എത്ര ആരാധനാലയങ്ങൾ തകർത്തത്. അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ കണ്ടിട്ടുണ്ടോ? ഡൽഹിയിൽ സെൻറ്റ് പീറ്റേഴ്സ് പള്ളി ഉൾപ്പെടെ, സെൻറ്റ് മേരീസ് പള്ളി ഉൾപ്പെടെ അഗ്നിക്കിരയാക്കിയപ്പോൾ ഡൽഹിയിലല്ലേ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും താമസിക്കുന്നത്? അവിടെ നമ്മൾ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെ കണ്ടിട്ടുള്ളൂ? ആഗ്രയിൽ പള്ളി തകർത്തപ്പോൾ, ക്രിസ്ത്യൻ പള്ളി തകർത്തപ്പോൾ അവിടെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായ മുംബൈയിൽ അവിടെ കത്തീഡ്രലിൽ തീ വെച്ച് സംഘപരിവാർ ക്രിസ്ത്യൻ മിഷണറിമാരെയും വിശ്വാസികളെയൊക്കെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ രംഗത്ത് വന്നിരുന്നു? ഇന്ത്യയിൽ എവിടെയായാലും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ വേട്ടയാടപ്പെടുമ്പോൾ ഒരു പൊളിറ്റിക്കൽ നിലപാടിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും സമന്മാരായി സ്വന്തം വിശ്വാസമനുസരിച്ച് ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാനും ആ മതം ആചരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ആ പീഡിത ജനവിഭാഗത്തിൻ്റെ മുമ്പിൽ വരുന്നത്, അവർക്ക് വേണ്ടി പ്രതിരോധത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് CPM ആണ്. നമ്മൾ ജഹാംഗീർപുരിയിൽ കണ്ടു ബുൾഡോസർ രാജ്, മധ്യപ്രദേശിലെ കോറോഗിൽ കണ്ടു. ഇവിടെയൊക്കെ കമൽനാഥ് ഉണ്ടായിരുന്നല്ലോ. മധ്യപ്രദേശിൽ വലിയ കോൺഗ്രസ്സുകാരില്ലേ? ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ കോറോഗോവിലേക്ക് പോയോ? ജഹാംഗീർപുരിയിലേക്ക് ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പോയോ? UP കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര ക്രിസ്ത്യൻ പള്ളികൾ തകർത്തു? ഛത്തീസ്ഗഡില് കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് എത്ര ക്രിസ്ത്യൻ പള്ളികൾ തകർത്തു? ക്രിസ്ത്യൻ മതപരിവർത്തന ക്രിസ്ത്യാനികളായി ഗോത്രവർഗ്ഗക്കാർ മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ പള്ളികളും ക്രിസ്ത്യൻ പ്രാർത്ഥനാലയങ്ങളും ഒക്കെ തുടർച്ചയായി തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രതിരോധം തീർക്കാൻ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പോയതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെയെല്ലാം ദേശീയ തലത്തിൽ ഞങ്ങൾ ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് ആചരിക്കാനും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. മതവിശ്വാസത്തിൻ്റെ പേരിൽ ഒരു ജനതയും വേട്ടയാടപ്പെടരുത് എന്ന കൃത്യമായ മതനിരപേക്ഷ നിലപാടിൽ നിന്നുകൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന പ്രതിരോധം സൃഷ്ടിക്കുന്നത് CPM മാത്രമാണ്. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തെക്കുറിച്ച് ഇവിടെ നൗഷാദ് അലിയെ പോലുള്ള വൃത്തികെട്ട സംഘി മനസ്സുമായിട്ട് വന്നിട്ട് ഇവിടെ സംസാരിച്ചാൽ പിണറായി വിജയനെയും CPM-നെയും ഒക്കെ അങ്ങനെ അങ്ങ് സംഖ്യയാക്കി കളയാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? നെഞ്ചത്തടിച്ചുള്ള കരച്ചിലാണ്. കേരളത്തിൽ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ്സുകാർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. അവർ CAA കുറിച്ച് അഭിപ്രായം പറയുന്നില്ലോ. എന്താ ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ മിസ്റ്റർ നൗഷാദ് അലി എന്താ പറയുന്നത്? സതീശന്റെ വാദങ്ങൾ ആവർത്തിക്കുകയാണ്. നിയമമായി കഴിഞ്ഞ ഒന്നും നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞങ്ങളുടെ വാദം നൗഷാദ് അലിയും സതീശനും മനസ്സിലാക്കണം. ഇവിടുത്തെ വൃത്തികെട്ട സംഘി മനസ്സുള്ള വർഗീയതയുടെ പൊതുബോധവുമായിട്ട് മനസ്സ് പങ്കുവെക്കുന്ന എല്ലാ കോൺഗ്രസ്സുകാരും മനസ്സിലാക്കണം. ഞങ്ങളുടെ വാദം, ഈ നിയമമുണ്ടല്ലോ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുക. 200-ലേറെ കേസുകളുണ്ട്. കേരള സർക്കാരും പരാതിക്കാരനായിട്ട് പോയിട്ടുണ്ട്. എന്താ ഞങ്ങൾ പറയുന്നത്? ഇത് ഭരണഘടന ആർട്ടിക്കിൾ 21-നെതിരാ, 25-നെതിരാ, അതേപോലെ തന്നെ ആർട്ടിക്കിൾ 14-നെതിരാ. ഭരണഘടനയുടെ മൗലിക ദർശനങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിയമനിർമ്മാണം എന്തിൻ്റെ പേരിലായാലും പാർലമെന്റിന് എന്ത് അധികാരമുണ്ടെന്ന് പറഞ്ഞാലും കോടതിയുടെ പരിശോധനയ്ക്ക് വരുമ്പോൾ അത് നിലനിൽക്കില്ലെന്നാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം നടപ്പാക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല. അതൊരു സമരമുഖമാണ്. കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലാവില്ല. അതൊരു സമരമുഖമാണ്. ഗാന്ധി ഉപ്പ് കുറുക്കിയിട്ടില്ലേ? കോഴിക്കോട്ടെ കടപ്പുറത്ത് മുഹമ്മദ് അബ്ദുറഹ്മാനും കൃഷ്ണപിള്ളയൊക്കെ ഉപ്പ് കുറുക്കിയിട്ടില്ലേ? അപ്പോൾ ഇവിടുത്തെ പല മാന്യന്മാരും പറഞ്ഞിരുന്നു, ഉപ്പ് കുറുക്കിയാൽ ബ്രിട്ടൻ എന്ത് ചെയ്യാനായി ഇവർ ഉപ്പ് കുറുക്കിയിട്ട് എന്ന് ചോദിച്ചിരുന്നു. വലിയ സാമ്പ്രായത്വത്തെ, ഈ സൂര്യനസ്തമിക്കാത്ത ഒരു സാമ്പ്രായത്വത്തെ നിങ്ങൾ കാലണയുടെ ഉപ്പ് കുറക്കിയിട്ടാണോ നേരിടുന്നതെന്ന് ചോദിച്ചിരുന്നു. അത്തരം സാമ്പ്രായത്വവാദികൾ, വ്യവസ്ഥാവാദികൾ ഹിന്ദുത്വ ബോധത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഈ നിയമങ്ങളെല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല, എതിർക്കാൻ പറ്റില്ല, അത് നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് വാദിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ RSSന്റെ അജണ്ടയിൽ കളിക്കുന്നവരാണ്. ഇവിടെ CAA കുറിച്ച് ഇവിടെ വേണു തന്നെ പറഞ്ഞല്ലോ. എന്താ മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞത്? മാധ്യമപ്രവർത്തകർ ആവർത്തി ചോദിച്ചപ്പോഴും മല്ലികാർജ്ജുന ഖാർഗെ എന്താ പറഞ്ഞത്? ഞാൻ ആലോചിക്കട്ടെ, ഇന്ന് രാത്രി ആലോചിക്കട്ടെ എന്നാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി കൂടിയായിട്ടുള്ള ദേശീയ സെക്രട്ടറി നിന്ന് ചിരിക്കുകയാണ്. ആ ചിരി എന്ന് പറയുന്നത് ഇന്ത്യയിൽ അരക്ഷരാവുന്ന ന്യൂനപക്ഷങ്ങളെ നോക്കിയിട്ടുള്ള അപഹാസ്യമായ ഒരു ഇളിഭ്യ ചിരിയാണത്. ആ ഇളിഭ്യ ചിരി കേരളം മനസ്സിലാക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർക്ക് ഈ രാജ്യത്ത് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥ സൃഷ്ടിക്കുന്നത് ഇവിടുത്തെ മതനിരപേക്ഷ പ്രസ്ഥാനത്തിന് പൊതുവായി ഉണ്ടാവുന്ന നഷ്ടം. ഇവിടെ നെഹ്റുവിൻ്റെയൊക്കെ പാരമ്പര്യം കോൺഗ്രസ്സിൽ ആർക്കാ ഉള്ളത്? വേണു ഇവിടെ പറഞ്ഞല്ലോ, നൗഷാദ് അലിയോട് പറഞ്ഞല്ലോ, കോൺഗ്രസിൽ ഇതൊരു ഹിന്ദു രാഷ്ട്രമാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞ നെഹ്റുവും അംബേദ്കർക്കും ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ വേണുവിനും എനിക്കും നൗഷാദ് അലിക്കും അറിയാം, കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഏതായാലും മുസ്ലിങ്ങൾ പാകിസ്ഥാൻ എന്ന രാഷ്ട്രമായി പോയില്ലേ, അതുകൊണ്ട് ഭരണഘടനാ അസംബ്ലിയിലെ കോൺഗ്രസ്സുകാർ തന്നെയാണ്. അവർക്ക് ഇരട്ടംഗത്വം ഉണ്ടായിരുന്നു. കോൺഗ്രസിൽ മാത്രമല്ല, ഹിന്ദു മഹാസഭയിൽ അംഗത്വം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കോൺഗ്രസ്സുകാരാ പറഞ്ഞത് നമ്മളൊരു ഹിന്ദു രാജ്യമായാലെന്താ, ഹിന്ദുക്കളുടെ രാഷ്ട്രമായാലെന്താ എന്ന ചോദ്യം ഉന്നയിച്ചത്. ആ ആളുകളുണ്ടല്ലോ, ഹിന്ദു മഹാസഭയിലും കോൺഗ്രസിലും ഒരേ സമയം അംഗത്വം എടുത്ത ഒരു ട്രഡീഷൻ ഉണ്ട് കോൺഗ്രസ്സിന്. ആ ട്രഡീഷനെ പ്രതികരിക്കുന്നവരാണ് പല കോൺഗ്രസ് നേതാക്കളും എന്ന് വന്നിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ്സുകാർ നിസ്സഹായമായി CPM-നെ ഉപരോധിക്കാൻ വേണ്ടി BJP കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളെയും, എല്ലാ ന്യൂനപക്ഷ വിരുദ്ധവും മതനിരപേക്ഷ വിരുദ്ധവുമായിട്ടുള്ള എല്ലാ നിയമങ്ങളെയും അത് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു പരിഹാസമാവുന്നത്? അതെങ്ങനെയാണ് ഒരു കബളിപ്പിക്കലാവുന്നത്? അതൊരു സമരമുഖത്താണ്. കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. ഇന്ത്യയിലെ സമുന്നതരായ പ്രഗത്ഭരായ നിയമജ്ഞരാണ് ഈ കേസ് നടത്തുന്നത്. 200ഓളം പെറ്റീഷനുകളുണ്ട്. കോൺഗ്രസ് ചെയ്യേണ്ടത് എന്താ? കോടതി തീരുമാനിക്കട്ടെ. കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ്, ഭരണഘടനാ വിരുദ്ധമാണ് ഈ നിയമം. അത് പറയാനുള്ള തൻ്റെ ഇടം ഗാർഗയ്ക്കില്ലാത്തത്. ഗാർഗയും എന്താണ്, ഭൂരിപക്ഷ വോട്ട് ബാങ്കിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഭൂരിപക്ഷ വോട്ട് ബാങ്കിൽ നിന്ന് തങ്ങൾക്കും ഒരു വിഹിതം വേണമെന്നാണ് അവർ പറയുന്നത്. ഇലക്ടർ ബോണ്ട് പോലെ തന്നെ ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ട് ബാങ്കിൽ കണ്ടുവെച്ചുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഇവിടെ ഓരോ കാര്യത്തിലും സമീപനം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ഇവിടെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ആ ന്യൂനപക്ഷ ആക്രമണങ്ങൾക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ജബൽപൂരിൽ കന്യാസ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടില്ലേ? ആരായിരുന്നു ഭരിക്കുന്നത് അവിടെ? അന്ന് മധ്യപ്രദേശ് ഭരിക്കുന്ന ആരായിരുന്നു? ഇന്ത്യയിലൊട്ടാകെ ക്രിസ്ത്യാനികൾക്കും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും എതിരായിട്ട് വലിയ വേട്ട നടന്നു. ഇനിയിപ്പോൾ മണിപ്പൂർ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2017 ശേഷമാണ് ഈ ബീരേൻ സിംഗ് BJP ആയത്. 2017 വരെ ഈ ബീരേൻ സിംഗ് ഉറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു. ഈ സതീശനെ പോലെ, സുധാകരനെ പോലെ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന നമ്മുടെ സുഹൃത്ത് നൗഷാദ് അലിയെ പോലെ തന്നെ ശക്തമായ കോൺഗ്രസ്സുകാരനായിട്ട് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിലയുറപ്പിച്ച ആൾ ആ ബീരേൻ സിംഗ്. ആ ബീരേൻ സിംഗ് 17 ആകുമ്പോൾ എത്ര പെട്ടെന്നാണ് മാറിയത്? അത് ആസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മ പറഞ്ഞത്. അയാളും പഴയ കോൺഗ്രസ്സുകാരനാണ്. അയാളാണ് ശരിയായ ഒരു നിരീക്ഷണം കോൺഗ്രസിനെ കുറിച്ച് നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് എന്ന് പറയുന്നത് BJPയുടെ ഒരു സ്ഥിര നിക്ഷേപമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ എടുക്കും, ഞങ്ങൾ പിൻവലിക്കും. ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെ ആദ്യം നന്നാക്കാൻ നോക്കൂ. CPM-നെ നന്നാക്കാൻ ഏതായാലും ഇപ്പോൾ കോൺഗ്രസ്സുകാർ മെനക്കേണ്ട. CPM-ന്റെ നിലപാട് എന്താണ് എന്ന കാര്യം കേരളത്തിലെ എല്ലാ ന്യൂനപക്ഷ സമൂഹങ്ങളിലെയും പുരോഹിത ശ്രേഷ്ഠന്മാർക്ക്, ആത്മീയ നേതാക്കന്മാർക്ക് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടെ മതനിരപേക്ഷ സംരക്ഷിക്കാൻ, പൗരത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുട്ടുവിറക്കാത്ത നിലപാടെടുക്കാൻ കരുത്തുള്ള പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനം നൗഷാദ് അലി പ്രതിനിധീകരിക്കുന്ന മലപ്പുറം ജില്ലയാണ്. അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനല്ലേ? ആ മലപ്പുറം ജില്ലയിലെ കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ ആത്മീയ നേതാക്കന്മാർ ഒന്ന് ഒഴിയാതെ എല്ലാവരും പിണറായി വിജയന്റെ ഈ നിലപാടിനെ മനസ്സാ അഭിനന്ദിച്ചുള്ള ആളാണ്. അതുകൊണ്ട് വെറുതെ പിണറായി വിജയനെ അങ്ങ് സംഖ്യയാക്കി രക്ഷപ്പെടാമെന്നൊന്നും ഒരു കോൺഗ്രസ്സുകാരനും വില കുറഞ്ഞ ആഗ്രഹങ്ങൾ സൂക്ഷിക്കേണ്ട. എന്തെങ്കിലും വിലപിടിപ്പുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് പറ ഇതുപോലുള്ള ചർച്ചയിൽ.